CPM നേതാവ് എ പത്മകുമാറിനെ തള്ളി എ ബാലൻ. പത്മകുമാർ ഇത്തരം പ്രതികരണം നടത്താൻ പാടില്ലായിരുന്നുവെന്നും സമൂഹത്തിന് മുൻപിൽ എന്തു പറയണമെന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് നൽകിയ പ്രായപരിധിയിലെ ഇളവിനെയും എ ബാലൻ ന്യായീകരിച്ചു. മുഖ്യമന്ത്രിക്ക് നൽകിയ ഇളവ് ഔദാര്യമല്ല, സംരക്ഷണമാണെന്നാണ് എ ബാലന്റെ വിശദീകരണം. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, CPM നേതാവ് എ പത്മകുമാറിനെ തള്ളി എ ബാലൻ. പത്മകുമാർ ഇത്തരം പ്രതികരണം നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് എ ബാലന്റെ പ്രതികരണം. അതോടൊപ്പം പതിവ് പോലെ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കാനായും എത്തിയിട്ടുണ്ട്. അതായത് ഈ പ്രായപരിധിയിലെ ഇളവ് മുഖ്യമന്ത്രിക്ക് നൽകിയ ഔദാര്യമല്ല, സംരക്ഷണമാണെന്നാണ് എ ബാലന്റെ പുതിയ ന്യായീകരണം. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ പത്മകുമാർ സംസ്ഥാന സമിതിയിലേക്ക് ലഭിക്കുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, 52 വർഷം പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടും തന്നെ ചതിച്ചു, വഞ്ചിച്ചു, അവഹേളനം നേരിട്ടു എന്നൊക്കെ നവമാധ്യമങ്ങളിൽ കൂടെ, ഫേസ്ബുക്കിലൂടെ തന്നെ പ്രതികരിക്കുകയും പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിലൊക്കെ പത്മകുമാർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ എ ബാലൻ ഇപ്പോൾ അതിനെ പൂർണ്ണമായും തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പത്മകുമാർ എന്തു തന്നെ ആയാലും ഇങ്ങനെ പ്രതികരിക്കാൻ, ഇങ്ങനെയുള്ള പ്രതികരണം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എ ബാലൻ പറയുന്നത്. മാത്രമല്ല, എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല, വിഷമങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കേണ്ട കാര്യമല്ല എന്ന് എ ബാലൻ പറയുകയുണ്ടായി. പാർട്ടിക്ക് കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുന്നവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. കൊക്കിലൊതുങ്ങാവുന്നത് വരെ പാർട്ടി പലർക്കും പലതും നൽകിയിട്ടുണ്ട് എന്നും ജനസേവനത്തിന് പദവി ആവശ്യമില്ല എന്നൊക്കെയാണ് എ ബാലൻ പറയുന്നത്. അതേപോലെ തന്നെ ഈ പത്മകുമാറിനെ പോലെ മുതിർന്ന നേതാവ് ഇത്തരം പ്രതികരണം നടത്താൻ പാടില്ലായിരുന്നു. അത് സമൂഹത്തിന് മുന്നിൽ എന്ത് പറയാൻ പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരെ പഠിക്കണമെന്നുൾപ്പെടെയാണ് എ ബാലൻ പറയുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ എ ബാലൻ ഈ മുഖ്യമന്ത്രിയുടെ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് 75 വയസ്സ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് 80 വയസ്സാവുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് ഈ ചുമതലകളും മറ്റുമൊക്കെ നൽകുന്നതിനെ അദ്ദേഹം കൃത്യമായി ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എപ്പോഴും എ ബാലൻ അതിനെ ന്യായീകരിച്ചുകൊണ്ട്, പിണറായിയെ ന്യായീകരിച്ചുകൊണ്ടാണ് എല്ലാ വിവാദ വിഷയങ്ങളിലൊക്കെ പ്രതികരിച്ചിട്ടുള്ളത്. സമാന രീതിയിൽ തന്നെയാണ് പാർട്ടിയിലെ ഈ പ്രായപരിധി സംബന്ധിച്ചും എ ബാലൻ പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഉള്ള ഔദാര്യമല്ല, അല്ലെങ്കിൽ പിണറായി വിജയനുള്ള ഔദാര്യമല്ല, അതൊരു കവചമാണ് എന്നൊക്കെയാണ് എ ബാലൻ അതിനെ വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ പത്മകുമാർ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അമർഷം പത്തനംതിട്ടയിലെ തന്നെ CPM നേതാക്കൾക്കിടയിലൊക്കെ വലിയ അമർഷം ഇതിൽ പുകയുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വീണാർ ജോർജിനൊക്കെ വലിയ പദവികൾ നൽകുന്നു. അതേസമയം തന്നെ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുള്ള DYFIയുടെ ചുമതലയുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയിട്ടുള്ള, കൂടുതൽ കാൽനട ജാഥകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വമായ പത്മകുമാറിനെ തഴഞ്ഞു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ തഴയപ്പെട്ടതിലുള്ള ദുഃഖം പത്മകുമാർ തന്നെ പ്രത്യക്ഷത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല, പാർട്ടിക്കുള്ളിലും അത് വലിയ ചിന്ത, അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ചിന്ത വലിയ രീതിയിലുണ്ട് എന്നിരിക്കെയാണ് എ ബാലൻ ഇപ്പോൾ പത്മകുമാറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്.